ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തുകൊണ്ട് എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണല്ലോ? അപ്പോൾ അൽഹംദുലില്ലാ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തേത് ഒരു ലഞ്ച് പ്രിപ്പറേഷൻ വീഡിയോ ആണേ. ഇന്നത്തെ ഉച്ചയൂണിൻ്റെ കറികളാണ് കേട്ടോ ഈ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണണം കേട്ടോ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. കൂടെയുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന മീൻ പാരയാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ ഇതിന് പാരയെന്നാണ് പറയുന്നത്. മൊത്തം 5 മീനുണ്ടായിരുന്നു. അതിൽ 2 ഞാൻ തലേ ദിവസം രാത്രി എടുത്ത് ഫ്രൈ ചെയ്തു കേട്ടോ കൊണ്ടുവന്നപ്പോഴേക്കും. ബാക്കി 3 വെച്ചിട്ടാണ് കേട്ടോ ഞാനിന്ന് മുളക് ഇട്ടിട്ടുള്ള മീൻകറിയാണ് കേട്ടോ വെക്കാൻ പോകുന്നത്. അപ്പോൾ ക്ലീൻ ചെയ്തിട്ടാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. എന്നാലും ഒന്നും കൂടി ക്ലീൻ ചെയ്തിട്ട് ആ വരിപ്പിൻ്റെ ഭാഗമൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. പിന്നെ ബീൻസ് ഉപ്പേരിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ബീൻസ് കഴുകി വെള്ളമൊക്കെ തോരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പയറും കായും കൂടി ഇട്ടിട്ടുള്ളൊരു കറിയും കൂടി ഞാൻ വെക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് പയർ ഞാൻ നേരത്തെ ഒന്ന് പുഴുങ്ങിയെടുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ മുളകിട്ട കറിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു പകുതി സവാള ഇതേപോലെ നേരിയതായിട്ട് കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 2 തക്കാളി സ്ക്വയറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചട്ടി ചൂടായി അതിനകത്തേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുവാണേ. ഞാൻ മുളകിട്ട മീൻകറിക്കകത്ത് കടുക് യൂസ് ചെയ്യത്തില്ല കേട്ടോ. ഞാൻ ഉലുവയാണ് ഇടുന്നത്. അപ്പോൾ എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഉലുവ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഉലുവ നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്കും അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ മൺചട്ടി ആകുമ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഇതൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട്. കാരണം ഹീറ്റ് ഉണ്ടാവും. ഞാൻ അതേ സമയം തന്നെ കുടംപുളി എടുത്തിട്ട് വെള്ളത്തിൽ കുതിരാനായിട്ട് ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയതിന് ശേഷമാണ് കേട്ടോ കുടംപുളി ഇട്ടേക്കുന്നത്. ഒരു മീഡിയം സൈസിലുള്ള ഒരു 3 കഷ്ണമാണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അത് പുളിയുടെ വേരിയേഷൻ അനുസരിച്ചിട്ട് പുളി ഇട്ട് കൊടുക്കണേ. കുറച്ച് ഇളം ചൂടുവെള്ളത്തിൽ ഇട്ടാൽ പെട്ടെന്ന് പുളി കുതിർന്ന് കിട്ടും കേട്ടോ. അപ്പോഴത്തേനും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയം കറിവേപ്പില ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണം. എൻ്റെ കയ്യിൽ കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തില്ല. ഇനി നമുക്ക് അതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. കേട്ടോ. ഇനി ഈ വെള്ളത്തിൽ കിടന്ന് ഈ അരപ്പ് നന്നായിട്ടൊന്ന് ഇതിലെ പച്ചമണമൊക്കെ മാറി ഒന്ന്
അതുകൊണ്ട് എരിവ് ഇല്ലാത്ത മുളക് പൊടിയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്, ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രം. ഇനി അത് നന്നായിട്ടൊന്ന് പച്ചമണം മാറി വരുമ്പോഴേക്കും നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസ് ഇട്ട് കൊടുക്കാം. മാത്രം ഞാനൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ജസ്റ്റ് ഒന്ന് അടി പിടിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് സിമ്മിലിട്ടിട്ട് ഞാൻ ആവി കയറ്റി വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് ഒന്ന് ആ വെള്ളം വറ്റി വരുമ്പോഴേക്കും അതിനകത്തേക്ക് ഇടിച്ച മുളക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നു. ഇനി പയറ് കറിയിലേക്ക് ഞാൻ താളിച്ച് ഒഴിച്ചിട്ടുണ്ട്. വറ്റൽമുളകും കടുകും പൊട്ടിച്ചിട്ട് ഒഴിക്കുന്നുണ്ട്. കറിവേപ്പില ഉണ്ടെങ്കിൽ ഈ ടൈമിൽ ചേർക്കാം, എൻ്റെ കയ്യിൽ കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് ഇട്ടില്ല കേട്ടോ. ഇനി പപ്പടവും കൂടി കാച്ചി എടുക്കുന്നുണ്ട്. മീനും ഫ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ചോറ് തലേദിവസത്തെ ചോറായിരുന്നു കേട്ടോ, അത് ചൂടാക്കാനും വെച്ചിട്ടുണ്ട്. അപ്പോൾ മീൻകറിയൊക്കെ നല്ല കുറുകി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം.